പണ്ട് തൊട്ടേ നമ്മളൊരു ഫിലിമിലാണേലും ഒരു ലോറി ഡ്രൈവർ എന്ന് പറയുമ്പോൾ മീശയൊക്കെ പിടിച്ച് വെള്ളമൊക്കെ അടിച്ച് പെണ്ണുപിടി അങ്ങനെയുള്ളൊരു മോശം ഒരാളായിട്ടാണ് ചിത്രീകരിക്കാറ്. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടു വളർന്നുകൊണ്ടായിരിക്കും എല്ലാവർക്കും ലോറി ഡ്രൈവർ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ തോന്നുന്ന ഒരു മോശമെന്നുള്ളൊരു. പക്ഷേ അങ്ങനെയൊന്നുമില്ല. അതിപ്പോൾ ഏത് ഫീൽഡിലുള്ള ആൾക്കാരാണെങ്കിലും ഏത് മേഖലയിലുള്ള ആൾക്കാരാണെങ്കിലും നല്ല ആൾക്കാരുണ്ട്, മോശം ആൾക്കാരുണ്ട്. അപ്പം ഇതിനെ അങ്ങനെ ഒരു ഇതിൽ കാണുകയേ വേണ്ട. അതുപോലെ ഇപ്പം ഒത്തിരി പേര് എന്നോട് പറയാറുണ്ട്, ചേച്ചി ലോറി ഓടിക്കാൻ തുടങ്ങിയ പിന്നെയാണ് ഞങ്ങൾക്ക് ലോറി ഡ്രൈവർമാരോടൊരു ബഹുമാനം തോന്നുന്നുണ്ട്. ഇപ്പം ഒത്തിരി പേരെങ്ങനെ എന്നോട് പറയാറുണ്ട് കാണുമ്പോൾ. അപ്പോൾ അവരോടുള്ള ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡൊക്കെ മാറി. അല്ലെങ്കിൽ ഞങ്ങൾ വണ്ടിയുടെ പുറകിൽ ചെന്ന് ഓണടിക്കും, കാറും കൊണ്ടൊക്കെ ചെന്നിട്ട് കുറേ ഓണടിക്കും ഇവർ മാറ്റാത്തപ്പം. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് എന്നോട് പറയാറുണ്ട്. അതൊക്കെ ഒരു വലിയ കാര്യമല്ലേ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലോറിയിൽ പോകുന്നവർക്ക് പെണ്ണ് കിട്ടാറില്ല, അങ്ങനെ ഒരു വിഷയമുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കുറേ നമ്മുടെ ഡ്രൈവർമാരുണ്ട്. ലോറി ഡ്രൈവറാണെങ്കിൽ കല്യാണം നടക്കാത്ത ഒരുപാട് പേരുണ്ട്. അങ്ങനെ അതൊക്കെ മാറണമെന്നാണ് ഞാൻ പറയുന്നത്. ഒക്കെ മാറ്റം വരും. വാഹനം ഓടിക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ക്ഷമയോടെ ഒന്ന് ശ്രദ്ധിച്ചാൽ എളുപ്പം മനസ്സിലാക്കാവുന്ന കാര്യം മാത്രമാണ് ഡ്രൈവിംഗ്. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു അതൊരു കോഴ്സായിട്ട് തന്നെ പഠിക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പത്തിലെ സ്കൂളിൽ ഇപ്പോൾ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന പോലെ തന്നെ അതൊരു കോഴ്സാക്കി കൊണ്ടുവരികയാണെങ്കിൽ നല്ലതായിരിക്കും ചിലപ്പം. പിന്നെ നമ്മൾ ഡ്രൈവർമാർക്ക് നല്ലോടെ ക്ലാസ് കൊടുക്കണം, അതൊരു കാര്യമാണ്. പിന്നെ പലർക്കും പിന്നെ റോഡിൽ പാലിക്കേണ്ട മര്യാദകളൊന്നും അറിയത്തില്ലായിരിക്കും. പിന്നെ ബേസിക്കലി വണ്ടിയെ പറ്റി അറിയുന്നത് ഒരുപാട് നല്ലൊരു കാര്യം. ഇപ്പം ഞങ്ങൾ ലൈസൻസ് എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തായിരുന്നു. അത് ക്ലാസ് എന്ന് പറയുന്നത് വണ്ടിയുടെ ഫീച്ചേഴ്സും അതുപോലെ എങ്ങനെ ഓരോന്ന് വർക്ക് ചെയ്യുന്നതും അതിനെപ്പറ്റിയല്ല. അപ്പോൾ അങ്ങനെ കൂടുതൽ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രവർത്തനം മനസ്സിലായി. ഇപ്പോൾ എല്ലാവരും വണ്ടി ഓടിക്കുമ്പോൾ എല്ലാവരും പറയുന്നത്, ഇപ്പം നിസ്സാര ഒരു കാര്യത്തിന് കാർ ഓടിക്കുമ്പോൾ എല്ലാവരും പറയും ക്ലച്ച് സംഭവം ഇതാവുന്നില്ല, അല്ലെങ്കിൽ വണ്ടി ഇന്ന് ഗിയർ മാറിപ്പോകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് പറയും എപ്പോഴാണ് മാറേണ്ടതെന്ന് അറിയത്തില്ല. വണ്ടിയുടെ ആ ഒരു റേസിങ്ങും അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാവും. അതിപ്പോൾ കുറേ പേര് പറഞ്ഞ് ഇപ്പം എൻ്റെ കൂടെ പഠിക്കുന്ന പിള്ളേരെല്ലാം അങ്ങനെ സത്യം പറഞ്ഞാൽ വണ്ടി എളുപ്പമുള്ളൊരു കാര്യമാണ്. വണ്ടി നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഓടിക്കുന്നത് അതുപോലെ എളുപ്പമുള്ള കാര്യമാണ്. ചിലർ എന്താ പറയുക ശ്രദ്ധക്കുറവ് തന്നെയാണ് മിക്ക കാര്യങ്ങളിലും. അതുപോലെ തന്നെ പിന്നെ ഒരു മത്സരബുദ്ധിയോടെ നമ്മൾ മറ്റൊരാളെ കാണരുത്. വേറൊരു വണ്ടി മുന്നിൽ പോവുക അല്ലെ, അങ്ങനെ ആകുമ്പോൾ നമ്മൾ അവരോടൊരു വൈരാഗ്യബുദ്ധിയോടെ കാണാൻ പാടില്ല. യാത്രകളോടുള്ള ഇഷ്ടം കൊണ്ട് ഈ വാഹനത്തിന്റെ സാരഥിയായ ഈ വനിതകൾ കണ്ടു തീർത്തത് ഇന്ത്യയിലെ പകുതിയോളം സംസ്ഥാനങ്ങളാണ്. എനിക്ക് തന്നെ ഇപ്പം കാശ്മീർ കാണണമെന്നുള്ളൊരു ഭയങ്കര ആഗ്രഹത്തിൻ്റെ പുറത്തിലാണ് ഞാൻ ഇപ്പോൾ ലോറി ഓടിക്കാൻ ഇങ്ങനെ തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഒരു 22 സ്റ്റേറ്റ് ഉണ്ട്, പിന്നെ ഒരു 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ പോയി. ഇപ്പോൾ ഒരു 6 സ്റ്റേറ്റും കൂടെ ഉള്ളു ഇന്ത്യയിൽ പോകാനായിട്ട്. അപ്പോൾ എനിക്കത് ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ ലോറിയിൽ വന്നത്. ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട്. നമുക്ക് കറക്റ്റ് സമയത്തിന് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, ഉറക്കം നടക്കില്ല, പ്രാഥമിക കാര്യങ്ങൾ നടക്കില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ആഗ്രഹം അതാണ്, നമ്മൾ നന്നായിട്ട് നല്ലപോലെ സ്വപ്നം കാണുക, അല്ലെ ആഗ്രഹിക്കുക, അതുപോലെ തന്നെ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് നേടാമെന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ലോഡ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ലോറി ബുക്കിംഗ് ഓഫീസ് വഴിയാണ് ലോഡ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണേലും അതെ, വേറൊരു സ്ഥലത്ത് നമ്മളിപ്പോൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ലോഡ് കയറ്റിയിട്ട് ചിലപ്പം ഷിംലയ്ക്കോ അല്ലെ കാശ്മീരിനോ അല്ലെ ബോംബെക്കോ, അപ്പോൾ ഏത് സ്ഥലത്തേക്കാണ് ലോഡ് പോകുന്നത് അവിടെ ചെന്നിട്ട് പിന്നെ നമ്മൾ അടുത്ത ലോഡ് എടുത്താണ് നാട്ടിലേക്ക് പോരുന്നത്. അപ്പോൾ അത് അവിടെയുള്ള ലോറി ബുക്കിംഗ് ഓഫീസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്താണ് ലോഡ് എടുക്കുന്നത്.